Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോ ഒരു കസ്റ്റമൈസ്ഡ് പെൻഡന്റ് ചെയിൻ ആണ്. നൗ ഷേപ്പിലുള്ള പെൻഡന്റ് ചെയിനിൽ പേര് വെച്ചുകൊണ്ടാണ് കസ്റ്റമർ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ആദ്യമായി നമുക്ക് റെസിനും ഹാർഡനറും 3:1 എന്ന റേഷ്യോയിൽ എടുക്കണം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ റെസിന് 1 സ്പൂൺ ഹാർഡനർ എന്ന രീതിയിലാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. ശേഷം റെസിനും ഹാർഡനറും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് ഈ മിശ്രിതത്തെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഹോട്ട് ഗൺ ഉപയോഗിച്ച് ഇതിലെ ബബിൾസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പിഗ്മെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്യണം. വൈറ്റ് കളർ മൈക്ക പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് മൈക്ക പൗഡർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് റെസിൻ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൗഡർ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലവ് ഷേപ്പ് പെൻഡൻ്റാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് ലവ് ഷേപ്പിലുള്ള മോൾഡാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നതിനായിട്ട് റെഡ് കളറിലുള്ള ഗിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ലവ് ഷേപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വിധത്തിൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് 24 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. OHP ഷീറ്റിലാണ് ഞാനിത് പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ മോണ്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലവ് ഷേപ്പ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു. വീണ്ടും ഇതിന് മുകളിലായിട്ട് റെസിൻ ആഡ് ചെയ്ത് കൊടുക്കണം. റെസിൻ ആഡ് ചെയ്തതിന് ശേഷം 24 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മളുടെ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഫുള്ള് വൈറ്റ് കളർ വരുന്നു. ഇതിന് മുമ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പേരെല്ലാം നല്ല വൃത്തിയിൽ നീറ്റായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് എല്ലാം നമുക്ക് കളയാം. ഇനി ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ചിട്ട് ഇതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെസിൻ പോളിഷ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ചെയിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഹോളിലൂടെ ഒരു കൊളുത്തിട്ട് അതിൽ നമുക്ക് ചെയിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റമൈസ്ഡ് ലവ് ഷേപ്പ് പെൻഡൻറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.